കേരളത്തിലെ ശക്തമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നല്ല ശക്തമായ മുന്നണികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് എതിർക്കാൻ തയ്യാറാകുന്ന UDF നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും UDF-ഉം BJP-യും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. രണ്ടു കൂട്ടരും തമ്മിൽ നല്ല യോജിപ്പോടെ LDF-നെയും LDF സർക്കാരിനെയും എതിർക്കാൻ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അവിടെ മറ്റൊന്നുകൂടി അടുത്ത കാലത്ത് കാണുന്നു. അത് 4 വോട്ടിന് വേണ്ടി ആരെയും സ്വീകരിക്കാമെന്നുള്ളതാണ്. ഇത് ആപത്തായി നാം കാണണം. ഒരനുഭവം 2016 കേരള അസംബ്ലി. 2016 ആദ്യമായി കേരള അസംബ്ലിയിൽ അക്കൗണ്ട് തുറന്ന് ഒരു BJP അംഗം വന്നു. BJPക്ക് അമിതമായ ആഹ്ലാദം. എങ്ങനെ വന്നതാത്? കാപട്യപൂർണമായ സമീപനത്തിന്റെ ഭാഗമായി. ആ അംഗം ജയിച്ചു വന്ന നിയമത്ത് കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല. തൊട്ടപ്പുറത്തുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രഹസ്യധാരണ ജനങ്ങൾ അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല. ആ രഹസ്യധാരണ ഭംഗിയായി നടപ്പാക്കി. വലിയ ആഹ്ലാദം BJPക്ക്. 2021 തെരഞ്ഞെടുപ്പ് വന്നു. പരസ്യമായി ഞങ്ങൾ ആ നിയമത്ത് വെച്ച് പ്രഖ്യാപിച്ചു, ഈ അക്കൗണ്ട് ഇവിടെ പൂട്ടിക്കും. പൂട്ടിച്ചു. ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു. തൃശ്ശൂരില് ഒരു കളി. അതില് BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു. നേരത്തെ ഉണ്ടായതുപോലെ BJPക്ക് വലിയ ആഹ്ലാദം. ആരാണ് ആ ആഹ്ലാദത്തിന് അവസരമുണ്ടാക്കി കൊടുത്തത്? 2019 കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ 80,000-ഓളം വോട്ട് കാണാനില്ല. എങ്ങോട്ട് പോയി? BJPയിലേക്ക് പോയി. ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു, അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷെ ഞങ്ങളെ വോട്ട് 16,000-ലധികം 2019 നിന്ന് വർദ്ധിച്ചു. ഇതും നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നത് ഇത്തരം ചിലരുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു. താൽക്കാലികമായ ചില ലാഭങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും വലിയ തോതിൽ UDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. സാധാരണ നിലക്ക് ജമാഅത്തെ ഇസ്ലാമിയെ
മതനിരപേക്ഷ മുസ്ലിം ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല. മുസ്ലിമിലെ ഏറ്റവും പ്രബലമായ സുന്നി വിഭാഗം ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ലീഗിനിപ്പോ വല്ലാത്ത പ്രതിപത്തി അവരോട്. പല കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കുന്നു. SDPIക്ക് അമിതമായ ആഹ്ലാദം. പാലക്കാട് നിയോജക മണ്ഡലം LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരാജയപ്പെട്ടു. പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച നാം സന്തോഷിക്കാൻ വക നൽകുന്നതല്ല. ആദ്യം രംഗത്ത് വന്നത് SDPI ആണ്. അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം, അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അത്ര കണ്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെല്ലാം കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇത് അത്യന്തം ആപൽക്കരമായ നീക്കമാണെന്ന് മനസ്സിലായിക്കൊള്ളണം. കോൺഗ്രസിന് സംഭവിച്ചത് നല്ല അനുഭവ പാഠമായിട്ടെടുക്കണം. ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിന്നതാണ്. വർഗീയതയുമായി സമരസപ്പെട്ടു. വർഗീയതയുടെ ജൂനിയർ പങ്കാളിയായി മാറാൻ നോക്കി. ഫലം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തിയില്ലാതായി. അവിടെ ആ വർഗീയതക്ക് സ്ഥാനമായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ്. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെ എതിരിടാൻ കഴിയൂ. മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല, വർഗീയതയാണ് ശക്തിപ്പെടുത്തുക. വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങിയെന്ന് വരും. അതും മനസ്സിലായിക്കൊള്ളണം. ഇത് 4 വോട്ടിന്റെ പ്രശ്നമോ 2 സീറ്റിന്റെ പ്രശ്നമോ അല്ല, നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് CPIM-ന്. ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചരിത്രം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല. ധാരാളം ഉത്തരവാദിത്വങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. ആ ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റാൻ പുതിയ ജില്ലാ കമ്മിറ്റിക്ക് മലപ്പുറം ജില്ലയിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.